നമസ്കാരം കൂട്ടുകാരെ, ഇന്നത്തെ ക്ലാസ്സിൽ PC പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ലീഗൽ മെട്രോളജി പാക്കേജ്ഡ് കമ്മോഡിറ്റി റൂൾ 2011ലെ 4 പ്രധാന റൂളുകളാണ് പഠിക്കുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ കാണുന്നത് റൂൾ 6, റൂൾ 7, റൂൾ 8, റൂൾ 10. ഇവയിൽ നിന്ന് PC പരീക്ഷയ്ക്ക് നേരിട്ട് 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. റൂൾ 6 ഓരോ പാക്കറ്റിലും രേഖപ്പെടുത്തേണ്ട പ്രഖ്യാപനങ്ങൾ ഡിക്ലറേഷൻ ടു ബി മെയ്ഡ് ഓൺ എവരി പാക്കേജ്. റൂൾ 6 പ്രകാരം ഓരോ പ്രീ പാക്കേജ്ഡ് കമ്മോഡിറ്റിയുടെ പാക്കറ്റിലും നിർബന്ധമായും ചില വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കണം. നിർമ്മാതാവ്, പാക്കർ, ഇറക്കുമതിക്കാരൻ്റെ പേര്, വിലാസം, ഉൽപ്പന്നത്തിൻ്റെ പേര്, നെറ്റ് ക്വാളിറ്റി, നിർമ്മാണം അല്ലെങ്കിൽ പാക്കിംഗ് മാസം അല്ലെങ്കിൽ വർഷം, MRP, എക്സ്പയറി ഡേറ്റ് അല്ലെങ്കിൽ ബെസ്റ്റ് ബിഫോർ. റൂൾ 7 പ്രിൻസിപ്പൽ ഡിസ്പ്ലേ പാനൽ, അതായത് PDP എന്നത് ഉപഭോക്താവിന് ആദ്യം കാണുന്ന പാക്കറ്റിൻ്റെ പ്രധാന ഭാഗമാണ്. ഈ റൂൾ പറയുന്നത് PDPയുടെ വിസ്തീർണം, അക്ഷരങ്ങളുടെ വലുപ്പം, അക്കങ്ങളുടെ വലുപ്പം, വിവരങ്ങൾ വ്യക്തമായി വായിക്കാൻ എളുപ്പമായി എങ്ങനെ പ്രദർശിപ്പിക്കാം എന്നതാണ്. റൂൾ 8 പ്രഖ്യാപനങ്ങൾ എവിടെ രേഖപ്പെടുത്തണം. റൂൾ 8 വളരെ എളുപ്പമാണ്. റൂൾ 6ൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രഖ്യാപനങ്ങളും പ്രിൻസിപ്പൽ ഡിസ്പ്ലേ പാനലിൽ തന്നെ വ്യക്തമായി എളുപ്പത്തിൽ വായിക്കാൻ കഴിയുന്ന രീതിയിൽ രേഖപ്പെടുത്തണം. അതായത് റൂൾ 6 എന്നത് എന്ത് എഴുതണമെന്നും റൂൾ 8 എന്നത് എവിടെ എഴുതണമെന്നുമാണ്. റൂൾ 10 നിർമ്മാതാവിൻ്റെയും മറ്റുള്ളവരുടെയും പേര്, വിലാസം. റൂൾ 10 പ്രകാരം പാക്കറ്റിൽ താഴെ പറയുന്നവരുടെ പേര്, പൂർണ്ണവിലാസവും രേഖപ്പെടുത്തണം. അതായത് നിർമ്മാതാവ്, പാക്കർ, ഇമ്പോർട്ടർ അതായത് ഇറക്കുമതിക്കാരൻ എന്നിവ ബാധകമാണെങ്കിൽ. നമുക്കൊന്ന് ഫാസ്റ്റായിട്ടൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. റൂൾ 6 എന്ന് പറയുന്നത് പാക്കറ്റിൽ രേഖപ്പെടുത്തേണ്ട വിവരങ്ങൾ. റൂൾ 7 പ്രിൻസിപ്പൽ ഡിസ്പ്ലേ പാനൽ. റൂൾ 8 പ്രഖ്യാപനങ്ങൾ PDPയിൽ രേഖപ്പെടുത്തണം. റൂൾ 10 മാനുഫാക്ചർ, പാക്കർ, ഇമ്പോർട്ടർ എന്നിവരുടെ പേര്, വിലാസം.